നീതുമോളെ, മോൾ എന്തിനാ ഇവിടെ നിന്ന് കരയുന്നേ? ആ അപ്പു അമ്പാടിയും എന്തെങ്കിലും പറഞ്ഞ് നിന്നോട് വഴക്കൂടിയോ? നീ വിഷമിക്കണ്ട കേട്ടോ. നിശ്ചയം കഴിഞ്ഞാ ഞാൻ അവരെ വിളിച്ച് നന്നായി വഴക്ക് പറയുന്നുണ്ട്. ഞാൻ അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതല്ലേ. ഇനിയും മോള് കരച്ചു നിർത്തിക്കേ. നിന്റെ പാറുവിന്റെ വിവാഹ നിശ്ചയം നടക്കുമ്പോ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? അതുകൊണ്ട് തന്നെ ഞാൻ കരയുന്നത്. അതെന്തിനാ? ഈ നിശ്ചയം നടക്കാൻ പാടില്ല. വേണ്ട, പാറുവിന് ഈ കല്യാണം വേണ്ട. ഓ, മനസ്സിലായി. കല്യാണം കഴിഞ്ഞ പാറ നിന്നോടൊപ്പം കളിക്കാൻ വരില്ലെന്ന് കരുതല്ലേ നീ വിഷമിക്കുന്നേ? അല്ല, ഈ കല്യാണം നടന്ന പാറുവിന്റെ ജീവിതം നശിച്ചു പോവും. ആ പ്രതാപന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എന്ത് ഉദ്ദേശമാണ് നമ്മൾ പറയുന്നേ? ദേവകി, കണ്ണ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും ഇവനാണ്. നാലുകൊല മുന്തിരി പറിച്ചതിന് നമ്മുടെ മോളെ നാട്ടുകാരുടെ മുമ്പിൽ കള്ളിയാക്കിയതും ഇവനാണ്. സുന്ദരേശ്വരനുമായി കൂട്ടുകൂടി ലക്ഷ്മിയുടെ പെണ്ണുകാട ചടങ്ങിന്റെ അന്ന് പോലീസുകാരെ വിളിച്ചു വരുത്തി ചെറുക്കന്റെ വീട്ടുകാരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തത് ഇവനാണ്.